നോക്കൂ, റംളാൻ മാസത്തിലെ നോമ്പിനെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികളായ ആളുകളോട് പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. എന്തിനായിരുന്നു? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, അതായത് ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി. അതോടൊപ്പം ലോകത്ത് ഒരുപാട് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആ ഒരു ജനതയുടെ ആ ഒരു വിശപ്പിൻ്റെ മഹത്വം കൂടി മനസ്സിലാക്കുക എന്നുള്ളത് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലെ നോമ്പിനുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിനേക്കാളപ്പുറം ഈ റമളാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു മനുഷ്യൻ്റെ ശരീരത്തിനുണ്ടാക്കുന്ന ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഗവേഷകരുടെയും ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ പഠനങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഈ ഒരു റമളാൻ മാസത്തിലെ നോമ്പ് കൊണ്ട് ഒരു മനുഷ്യനിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയാതിരിക്കാൻ കഴിയില്ല, അവർ തന്നെ ആ ഒരു നോമ്പിൻ്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് പലപ്പോഴും ആ നോമ്പിനോടുള്ള അവരുടെ സമീപനങ്ങൾ കാഴ്ചവെക്കാറുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് പോലും മറ്റുള്ള മതസ്ഥരിൽ നിന്നുള്ള ആ ഒരു നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ ആ ഒരു മനോഹാരിതയെക്കുറിച്ച് കേൾക്കേണ്ടി വരുന്നു എന്നുള്ള ആ ഒരു അവസ്ഥയുമുണ്ട് എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കണം. മുസ്ലിം സഹോദരങ്ങൾക്ക് ആ ഒരു നോമ്പിൻ്റെ മഹത്വം, അതുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ, അതിനെക്കുറിച്ച് മറ്റുള്ള മതസ്ഥരാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു നോമ്പിൻ്റെ പവിത്രതയെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു കാര്യം പറയണമെന്ന് പലപ്പോഴായി ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു RJ വൈശാഖ്, അതായത് അദ്ദേഹം ഒരു റേഡിയോ ജോക്കിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാം വഴി കാണാനിടയായത്. ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. നമുക്കെന്തായാലും ആ ഒരു സഹോദരൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമസ്കാരം, വൈശാഖാണ്. ഞാൻ ആക്ച്വലി ഇന്നലെ രാത്രിയിൽ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു കറാമയിലെ റംളാൻ രാത്രികളെക്കുറിച്ച്. അതെൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ് ഞാൻ അവിടെ പറഞ്ഞത് കേട്ടോ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വെൽ സെഡ്, ഇത് ആരോട് പറയാമെന്നുള്ള കാര്യം. മറ്റു ചില ആൾക്കാർ എന്നോട് ചോദിക്കുകയും ചെയ്തു, കറാമയിൽ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടോ, അവിടെ വന്നെങ്കിൽ മാത്രമേ ആ വൈബ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും എന്നുള്ള കാര്യം. എനിക്ക് ഈ സമയത്ത് അവിടെ വന്നിട്ട് ആ വൈബ് അറിഞ്ഞ് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഇതൊരു പുണ്യമാസമാണല്ലേ. നമ്മൾ ഈ മാസത്തിൻ്റെ എല്ലാ പുണ്യവും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ റേഡിയോ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഈ റംളാൻ വരുന്നതിന് ഒരു 2-3 ആഴ്ച മുൻപ് ചെയ്യുന്ന ഒരു വലിയൊരു പണിയുണ്ട്. ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ നിന്ന് ഫാസ്റ്റ് നമ്പേഴ്സ് എല്ലാം ഞങ്ങൾ ഹോൾഡ് ചെയ്യും. ഫാസ്റ്റ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും വൾഗാരിറ്റി ഉള്ള പാട്ടുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലും വാക്കുകൾ, അല്ലെങ്കിൽ മറ്റ് ചില വാക്കുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പാട്ടുകളുണ്ടെങ്കിൽ ഞങ്ങളത് ഹോൾഡ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസങ്ങളിൽ പാട്ട് പോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നവർ വളരെ കുറവാണെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളവരുണ്ടെങ്കിൽ പോലും, അതായത് നോമ്പെടുത്ത് വിശ്വാസത്തോടു കൂടി തന്നെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ പോലും, റേഡിയോയിലൂടെ അവർക്കൊരിക്കലും ഇത്തരത്തിലുള്ള ആഘോഷമുള്ള തട്ടുപൊളിപ്പൻ പാട്ടുകൾ കൊടുത്ത് അവരെ ഒരു മോശപ്പെട്ട രീതിയിലൂടെ ചിന്തകൾ കൊണ്ടുപോകണ്ട എന്നൊരു ചിന്തയോടുകൂടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഈ പുണ്യമാസത്തിനോടുള്ള ഞങ്ങളുടെ പൂർണ്ണമായ റെസ്പെക്റ്റ് കൊണ്ട് തന്നെയാണ്. ഇപ്പം ആക്ച്വലി കറാമയിൽ വരുന്ന ഓരോരുത്തരും ഇതെന്ത് മാസമാണെന്ന് പോലും അറിയാതെയാണ് പലതും പെരുമാറുന്നതെന്ന് എനിക്ക് പല വീഡിയോസും കാണുമ്പോൾ തോന്നുകയാണ്. അവിടെ നടക്കുന്ന പരിപാടിയുടെ പേര് റംളാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ്. നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇഫ്താറിന് ഒരുമിച്ച് പോകും, സുഹൂറിന് നിങ്ങൾ ഒരുമിച്ച് പോകും, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും. പക്ഷേ ഇപ്പറഞ്ഞ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ തന്നെ നമുക്ക് വേറെ പല മാസങ്ങളും ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഫെസിലിറ്റീസും ഇവിടെ ദുബായിലുണ്ടല്ലേ. അപ്പൊ അന്നേരം ചെയ്താൽ പോരെ, എന്തിനാണ് ഈ പുണ്യമാസത്തിൽ ആ മാസത്തിന്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുത്തുന്നത്? എനിവേ, കറാമയിൽ വരുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ള കാര്യം. ഇതൊരു പുണ്യമാസമാണ്. ഈ പുണ്യമാസത്തിന്റെ എല്ലാ പുണ്യവും എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും റംളാൻ കരീം. കേട്ടില്ല ആ ഒരു സഹോദരന്റെ വാക്കുകൾ? നമ്മളെല്ലാവരും ഇരുത്തി ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. അദ്ദേഹം കറാമയിലാണ് ജോലി ചെയ്യുന്നത്, അവിടുത്തെ ഒരു റേഡിയോ ജോക്കിയാണ്. അദ്ദേഹം ആ ഒരു പരിഭാവനമായ റമളാൻ മാസത്തിൽ അവിടെയുള്ള മുസ്ലിമായ ആളുകൾ കാണിക്കുന്ന അത്തരം പേക്കൂത്തുകളെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാടെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. നമ്മളിൽ പല ആളുകളിലും കണ്ടുവരുന്നൊരു പ്രവണതയാണ്, നോമ്പിൻ്റെ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നതിന് ശേഷം പിന്നീട് വാരി വലിച്ച് വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നൊരു പ്രവണത. യഥാർത്ഥത്തിൽ ഈ റമളാൻ മാസത്തിൽ നാം ഭക്ഷണങ്ങളൊക്കെ വളരെയധികം കുറയ്ക്കേണ്ട, ലഘുവായി കഴിക്കേണ്ട സമയമാണ്. എന്നാൽ ഇവിടെ ആകട്ടെ വയറ് നിറച്ച് പലതരത്തിലുള്ള വ്യത്യസ്ത നിറങ്ങളിലും മണങ്ങളിലുമുള്ള പലതരം ആഹാരങ്ങൾ കഴിച്ച് അവരുടെ വയറുകൾ നിറയ്ക്കുന്നു. അതിനുശേഷം നോമ്പ് പിടിക്കുന്ന മനുഷ്യർക്ക് എന്തു ഗുണമാണ് അതിലൂടെ ലഭിക്കുന്നത്? ഇതിൽ ആ സഹോദരൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ റമളാൻ മാസമാകുമ്പോൾ അവിടെ രാത്രികളിൽ റമളാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത്, പിന്നെ പാട്ടുകളും ഡാൻസുകളും കൂത്തുകളും ഒക്കെ കാണിക്കുന്നു എന്നുള്ളത്.
എന്നിട്ട് ആ സഹോദരൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, ഈ റമദാൻ മാസത്തിലെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാതിരുന്നുകൂടെ എന്ന്. ഇത് പറയുന്നത് ഒരു മുസ്ലിമായ വ്യക്തിയല്ല, ഒരു ഹൈന്ദവ സഹോദരനാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഇപ്പോഴുള്ള മുസ്ലിമീങ്ങൾക്ക് ആ ഒരു റമദാനിൻ്റെ പവിത്രത പറഞ്ഞു കൊടുക്കുന്നത് ഹിന്ദു സഹോദരങ്ങളാണ് എന്നുള്ളത്. അത്തരമൊരവസ്ഥയിലേക്ക് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ ചെന്നെത്തി എന്നുള്ളതാണ്. റമദാൻ മാസത്തിലെ ഒരു നോമ്പ് പിടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു ആരോഗ്യപരമായ ഗുണമുണ്ടാകുന്നത് ഭക്ഷണം ലഘുവായി കഴിക്കുന്ന, ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. എന്നാൽ നേരെ മറിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നിട്ട് അതിനുശേഷം വയറ് നിറച്ച് എണ്ണപ്പലഹാരങ്ങളും ജ്യൂസുകളും ബിരിയാണിയും അടക്കമുള്ള പല ഭക്ഷണങ്ങളുമൊക്കെ വയർ നിറച്ച് കഴിക്കുന്നവർക്കല്ല. നോക്കൂ, അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുറന്നിരുന്നത് വെറുമൊരു കാരയ്ക്ക കൊണ്ടും വെള്ളം കൊണ്ടും മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി പലതരത്തിലുള്ള വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ കഴിച്ചാണ് നമ്മളെല്ലാവരും നോമ്പ് തുറക്കുന്നത്. നോമ്പ് തുറക്കുന്നതിന് ശേഷം പച്ചവെള്ളം കുടിച്ചും അതോടൊപ്പം ഈത്തപ്പഴം പോലെയുള്ള അല്ലെങ്കിൽ മത്തങ്ങ പോലെയുള്ള നല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ആ നോമ്പിൻ്റെ ആ ഒരു മഹത്വം, അതിൻ്റെ ആരോഗ്യപരമായ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാ റമദാൻ മാസക്കാലമാകുമ്പോഴേക്കും ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ തെരുവുകളിലും റോഡുകളിലും മറ്റുമൊക്കെ വിൽക്കാറുണ്ട്. അത്തരം ആഹാരങ്ങൾ നാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിലാണ്, അതായത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഇത്തരത്തിൽ നോമ്പ് സമയമാകുമ്പോഴേക്കും റോഡുകളിലും അവിടുത്തെ തെരുവുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഫുഡ് ഫെസ്റ്റിവലുകളും പലതരത്തിലുള്ള നിറങ്ങളിലുള്ള ആഹാരങ്ങളുമൊക്കെ ഇത്തരത്തിൽ വിറ്റഴിക്കപ്പെടുന്ന കാഴ്ചകൾ കാണുന്നത്. പാവപ്പെട്ട മനുഷ്യരുടെ വിശപ്പിൻ്റെയും ഭക്ഷണത്തിൻ്റെയും വിലയേറിയേണ്ട ആ ഒരു മാസത്തിൽ ഇവിടെ പലതരത്തിലുള്ള ആഹാരങ്ങളും പലഹാരങ്ങളും കഴിച്ച് വയർ നിറയ്ക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാകണം ആ ഒരു റമദാൻ മാസത്തിൻ്റെ പവിത്രത മറ്റു മതസ്ഥർ തിരിച്ചറിയേണ്ടത്. എന്നാൽ ഇവിടെയാകട്ടെ മറ്റുള്ള മതസ്ഥർ ആ നോമ്പിൻ്റെ പവിത്രതയും അതിൻ്റെ മഹത്വത്തെയും മുസ്ലിമായ ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം ഒരു ഹിന്ദു കുടുംബം അവർ ആദ്യമായ റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ച അവരുടെ അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ കൂടി പങ്കുവച്ചു. ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ്. അതിൻ്റെ ചില കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സമയം ഇപ്പം പുലർച്ചെ 4 മണിയാണ് കേട്ടോ. അപ്പോൾ ഈ പുലർച്ചെ 4 മണിക്ക് ഞങ്ങൾ ചോറിനാണ്. അപ്പോൾ ചോറിങ്ങനെ കഴിക്കണത് ഈ സമയത്ത് എന്താന്ന് കുറേ ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവും. അതെ, റംസാൻ നോമ്പ് ഞങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തേന്നു, ഈ വർഷം കൂടി ഇതേപോലെ നോമ്പെടുക്കാണ്. ഞാനുണ്ട്, ചിന്നുണ്ട്, അമ്മ ഉണ്ട്, വിനാട്ടൻ. വിനാട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അങ്ങനെ പറയുന്നുണ്ട്. വിനാട്ടനാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അമ്മ ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾക്ക് രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ്. അതന്നെ ആകെ റെഡിയാവും. പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല നോമ്പെടുക്കണത്, ചെറിയച്ഛൻ, ചെറിയമ്മ, ഓരോ മക്കള് എല്ലാവരും എടുക്കണ്ടേ. ഇനി മറ്റൊരു മനോഹരമായ കാഴ്ച കൂടി കാണിക്കാം. ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾക്കുള്ള കനത്ത മനോഹരമായ ഒരു മറുപടി. നിലവിളക്ക് കത്തിച്ചു വെച്ച പൂമുഖത്ത് നോമ്പ് മുറിക്കാനായി ബാങ്കുവിളി കാത്തിരിക്കുന്ന മനുഷ്യർ. നോമ്പുകാരൻ്റെ നിർവൃതിയിലേക്ക് നിറഞ്ഞ ചിരിയോടെ സ്നേഹത്തിൽ പൊരിഞ്ഞ വിഭവങ്ങൾ വിളമ്പുന്ന ചന്ദനക്കുരത്തൊട്ട മനുഷ്യർ. കണ്ട കാഴ്ചകളിൽ ജാതിയോ മതമോ കുലമോ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തത്ര പാരമ്പര്യത്തിൽ അലഞ്ഞു ചേർന്ന് മനുഷ്യർ മാത്രം ബാക്കിയായ കൂട്ടം. ചില കാഴ്ചകൾ ഇങ്ങനെ മനസ്സു നിറഞ്ഞ് കണ്ടിരുന്നു പോകും. ഉള്ളിൽ നിന്ന് ആഹ്ലാദാരവത്തിൻ്റെ ഒരാന്തലുണ്ടാകും. നമ്മൾ എന്നും ഇങ്ങനെ ആയിരിക്കണമെന്ന ആഗ്രഹങ്ങളെ പ്രകാശിപ്പിച്ചു നിർത്തുന്ന ഋജുവിനെ പോലെയുള്ള മനുഷ്യരെ. ഇതുപോലെയുള്ള മനുഷ്യരുള്ള കാലത്തോളം നമ്മെ ആർക്കും തോൽപ്പിക്കാനാകില്ല. ഇതോടൊപ്പം കുഞ്ഞാറ്റ എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട മകൾ ആദ്യമായ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത ഒരു അനുഭവം ആ മകളുടെ അച്ഛൻ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പങ്കുവെക്കാനിടയായി. അയൽപ്പക്കത്തെ വീട്ടിൽ കൂട്ടുകാർക്കൊപ്പം നോമ്പ് തുറക്കാൻ പോകുന്നത് പതിവായിരുന്നു എൻ്റെ മകൾ 8 വയസ്സുകാരി കുഞ്ഞാറ്റയ്ക്ക്. ആ ആവേശത്തിലാണ് അവൾക്കും നോമ്പെടുക്കണമെന്ന ആഗ്രഹം പങ്കുവച്ചത്. കുഞ്ഞായതുകൊണ്ട് തന്നെ വേണ്ടെന്നായിരുന്നു എൻ്റെ മറുപടി. പക്ഷെ അവളുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നില്ല. ഇന്നലെ കിടക്കുന്നതിന് മുമ്പ് പുലർച്ചെ 4:30 മണിക്കുള്ള അലാറം അവളുടെ നിർദ്ദേശപ്രകാരം ഭാര്യ വെച്ച് നൽകി. പുലർച്ചെ അലാറത്തിന്റെ ശബ്ദം കേട്ട് ഇടയത്താഴത്തിനായി ഉണർന്ന് ദോശയും മുട്ടയും കഴിച്ച് വീണ്ടും ഉറങ്ങി. ഒരു പകലുടനീളം ജലപാനീയം പോലും ഒഴിവാക്കി അവളും വിജയകരമായി നോമ്പ് പൂർത്തിയാക്കി. മോളുടെ ആദ്യ നോമ്പായതുകൊണ്ട് തന്നെ നോമ്പുതുറ വിഭവങ്ങളും അവൾക്കായി ഞങ്ങൾ കരുതി. നമ്മുടെ കേരളം എത്ര സുന്ദരം! ഇങ്ങനെ വളരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. സ്നേഹം കുഞ്ഞാറ്റ. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും
അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ.